ഹായ് ഓൾ, എല്ലാവർക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എനിക്കറിയാം ഇന്ന് മലയാളത്തിൻ്റെ SSLC മോഡൽ എക്സാം മലയാളം പരീക്ഷ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മലയാളം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. എളുപ്പമായിരുന്നോ പാടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സ്, സ്റ്റഡി ട്രിക്സ്, സ്റ്റഡി പ്ലാൻ എല്ലാം, നോട്ട്സ്, PDF എല്ലാം തന്നെ നമ്മൾ ഈ ചാനലിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും നമ്മൾ നൽകുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ വീഡിയോയിലേക്ക് നടക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ അങ്ങനെ മലയാളം പരീക്ഷ തീർന്നിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക്, അതായത് 28-ാം തീയതി നമുക്ക് എക്സാം ഇല്ല. സോ ഇനിയുള്ള എക്സാം എന്ന് പറഞ്ഞാൽ 1 to 4 വരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. സോ ഇപ്പോൾ എനിക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയാം, ഒരു ഗ്യാപ്പും നിലവിലില്ല. അതായത് 1-ാം തീയതി തൊട്ട് 4-ാം തീയതി വരെ ഇടയ്ക്കൊരു ഗ്യാപ്പും ഇല്ലാതെയാണ് മോഡൽ എക്സാം നടക്കുന്നത്. സോഷ്യലും ബയോളജിയൊക്കെ ഒരു ദിവസം തന്നെയാണ് മോഡൽ എക്സാം നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ. അതിനുള്ള സ്റ്റഡി പ്ലാനാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ മലയാളത്തിൻ്റെ എക്സാം തീർന്നിട്ടുണ്ട്. അതായത് ഇന്ന് 27-ാം തീയതിയാണ്. സോ 27-ാം തീയതി വൈകിട്ട് ഒരു ഇപ്പോൾ 5 മണിയൊക്കെ തൊട്ട് ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ തൊട്ട് ഒരു 12 മണിയൊക്കെ ഇരുന്ന് സോഷ്യലും ബയോളജി, സോഷ്യൽ അറിയാമെങ്കിൽ നിങ്ങൾ ബയോളജി പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, പിറ്റേ ദിവസം അതായത് 28-ാം തീയതി രാവിലെ അല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് സോഷ്യൽ പഠിക്കുക. തീർന്നില്ല എങ്കിൽ പിറ്റേ ദിവസം രാവിലെ സോഷ്യൽ പഠിക്കുക, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. സോ അത് എന്താ പറയുക, 28-ാം തീയതി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രി 28-ാം തീയതി പഠിക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ 1-ാം തീയതിയിലേക്ക് വരുമ്പോൾ 1-ാം തീയതി രാവിലെ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ സമയമുണ്ട്. 1-ാം തീയതി വൈകിട്ട് 1-ാം തീയതി ഫിസിക്സും കെമിസ്ട്രി എക്സാം തീരും. അതിനുശേഷം 1-ാം തീയതി വൈകിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലും ബയോളജിയും നന്നായിട്ട് പഠിക്കാം. 1-ാം തീയതി വൈകിട്ട്, രാവിലെയും അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. 2-ാം തീയതി രാവിലെയും സോഷ്യലും ബയോളജിയും ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാവുന്നതാണ്. അങ്ങനെ പഠിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 2-ാം തീയതി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം തീയതി വൈകിട്ട് മാത്സ് ആണ് എക്സാം. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാത്സ്. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഒരു 6 മണി തൊട്ട് ഒരു 12 മണി വരെയൊക്കെ മാത്സ് പഠിക്കുക. എനിക്കറിയാം സമയം കുറച്ചേ കിട്ടത്തുള്ളൂ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് തീർക്കാനൊന്നും ആ സമയത്തിന് കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് വേറെ വഴിയില്ല, സമയമില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള ടൈം ടേബിളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെ മാത്സ് എക്സാം 3-ാം തീയതി ഉച്ചയോടുകൂടി തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 2 to ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി തൊട്ട് ഒരു 8 മണി വരെയൊക്കെ, രാത്രി 8 മണി വരെയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതിനുശേഷം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് പഠിക്കാം. അതിനുശേഷം ഒരു 8 to 12 വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇടയ്ക്ക് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ടൈം ടേബിൾ ത്രൂ ഔട്ട് അല്ല, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കുക, ബ്രേക്ക് എടുക്കുക, ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. നോട്ട്സ് PDF എല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നാളെ നമ്മൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ടിപ്സ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ